ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമുക്കൊരു ട്രാവൽ വ്ളോഗാണ് കേട്ടോ. ട്രാവൽ എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് വളരെ ഒരു 2-3 hours എത്തുന്ന ഒരു സ്ഥലത്ത് നമ്മളൊരു സ്റ്റേക്കേഷന് പോവാണ്. ഇവിടുന്ന് എത്ര സമയം എടുക്കും അവൻ? ആദ്യം കാൽമറാണോ ക്രിസ്ത്യൻ സ്റ്റാർ ആണോ? രണ്ടും അടുത്തടുത്താ? ഓക്കെ, കാൽമർ ഓർ ക്രിസ്ത്യൻ സ്റ്റാർ. ഓക്കെ, കാൽമർ ആണ് പോണേ. നമുക്ക് ഇവിടെ ലുണ്ടി യൂണിവേഴ്സിറ്റിയിൽ കാൽമർ എന്ന് പറഞ്ഞൊരു നേഷൻ ഉണ്ട്. അപ്പം അങ്ങനെ ഇതെന്തായാലും വളരെ പെട്ടെന്ന് പ്ലാൻ ചെയ്ത ഒരു കുഞ്ഞി ഷോർട്ട് സ്റ്റേക്കേഷനാണ്. അവന് യൂഷ്വലി അങ്ങനെ ഡ്യൂറിങ് ദ വീക്ക് ലീവ് ഒന്നും കിട്ടില്ല. പക്ഷേ ഈ പ്രാവശ്യം ഈദ് വ്യാഴം വെള്ളി വന്നതുകൊണ്ട് അവന് കോൾ അടിച്ച്. അപ്പോൾ നമ്മൾ വിചാരിച്ച് അങ്ങനെ പോവാം. ആദ്യം നമ്മൾ ഏതായിരുന്നു സ്ഥലം? ആംസ്റ്റർഡാം അല്ല, അതിൻ്റെ മുന്നേ നീ ഫ്ലൈറ്റ് ചീപ്പറാന്ന് പറഞ്ഞത് ബുദാപെസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അവിടെ ഫുൾ ഹിസ്റ്ററി ഒക്കെ അല്ലേ, പിന്നെ അങ്ങനെ പോകണം എന്നുള്ളൊരു ഇംഗിതം വന്നിട്ടുള്ള സ്ഥലമല്ല. പിന്നെ എനിക്ക് ഭയങ്കര ആഗ്രഹമുള്ളത് ആംസ്റ്റർഡാം പോകണം എന്നുള്ളതായിരുന്നു. പക്ഷേ അവിടെ ട്യൂലിപ്പ് സീസൺ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അത് കുറച്ചും കൂടെ കഴിയും, ഏപ്രിൽ മിഡൊക്കെ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ ഇപ്പോൾ പോയിട്ട് വലിയ കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഇവിടുന്ന് കാർ എടുത്തിട്ട് അങ്ങോട്ടേക്ക് പോവാം. അതിനെന്തോ അഡീഷണൽ ഫീയും അങ്ങനെ എന്തൊക്കെ ഉണ്ട്. നമ്മൾ വിചാരിച്ച എല്ലാം കൂടെ കൊണ്ട് നമുക്കിവിടെ അടുത്ത എവിടെയെങ്കിലും ഒരു കുഞ്ഞി എയർബിഎൻബി ഒക്കെ എടുത്തിട്ട് ഒരു 2 ദിവസം സെറ്റാക്കിയിട്ട് തിരിച്ചു വരാം. ബിക്കോസ് എനിക്ക് സാറ്റർഡേ ഡാൻസ് ക്ലാസ് ഉണ്ട്. നമ്മൾ ക്രിസ്ത്യൻ സ്റ്റാർ എത്തി മാക്സിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് വരെ കഴിച്ചിട്ടില്ല. അപ്പം വേഗം നമുക്ക് എന്തെങ്കിലും കഴിക്കാം. ചിക്കൻ ബർഗർ, സീസണൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ നോക്ക്. എത്തിയിട്ടോ. ഇവിടെ കടലാണ് മെയിനായിട്ട് കാണുന്നത്. ഇപ്പം എത്തിയപ്പോൾ ഇവിടെ ഒരു മറൈൻ മ്യൂസിയം ഉണ്ട്. അപ്പം മറൈൻ മ്യൂസിയം കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. എനിക്ക് ഈ ട്രിപ്പിൽ എവിടേക്കാണ് പോകണം, എങ്ങോട്ടാണ് പോകണം ഒരു ഐഡിയ ഇല്ല കേട്ടോ. അവനും ഇല്ലയെന്ന് എനിക്ക് തോന്നണേ. പോണ വഴിക്ക് ഇങ്ങനെ കാണുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്യാം, അതാണ് നമ്മൾ ഉദ്ദേശം. പക്ഷേ മറൈൻ മ്യൂസിയത്തിൽ പോകണമെന്ന് നേരത്തെ പറയണ്ടേ. പിന്നെ എന്തായാലും ഞങ്ങളൊരു ട്രിപ്പ് പോകുകയാണെങ്കിൽ 1-2 പള്ളി നമ്മൾ പോണ വഴിക്ക് കാണാറുണ്ട്. എനിക്ക് സാധാ അവൻ നോക്കി വെക്കും. അപ്പം നമ്മൾ ഇവിടെ കൊണ്ടുവന്ന് കാർ നിർത്തിയപ്പം ഇവിടെ എവിടെയോ പാർക്ക് ചെയ്യേണ്ടതെന്ന് അറിയില്ലായിരുന്നു. അപ്പം ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ പോയി നോക്കി. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു കുഞ്ഞു മാപ്പൊക്കെ തന്നിട്ടുണ്ട്. ഇതിൽ ഇവർ എവിടെയോ കാണിച്ച് പോയി പാർക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ പീൻ എഴുതിയിട്ടുള്ള സ്ഥലത്താണ് നമ്മൾ പോയി പാർക്ക് ചെയ്യേണ്ടത്. എനിക്ക് ഈ ജാക്കറ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താ ഓർമ്മ വരും അറിയോ? സ്ക്വിഡ് ഗെയിം സീരീസ് ഇല്ലേ, അതിലെ ആൾക്കാരെ പോലെ തോന്നും എനിക്ക് ഈ ജാക്കറ്റ് ഇട്ടാ. പക്ഷേ ഇതിന് കുറച്ച് നീളം അധികം, എന്നാലും എനിക്ക് ഈ ജാക്കറ്റ് ഇഷ്ടമാണ്. ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയതാട്ടോ, സെവന. ഓക്കെ, നമ്മളപ്പം കുറച്ചധികം നടക്കണം. അധികമല്ല, എന്നാലും കുറച്ച് നടക്കാണ്ട്. അവിടെ പാർക്കിംഗ് ഇല്ലാത്തതുകൊണ്ട് കുറച്ചിങ്ങനെ ചുറ്റി കറങ്ങിയിട്ട് നമ്മളിവിടെ വന്നിട്ട് പാർക്ക് ചെയ്തു. ഇവിടെ എന്താ ഉള്ള അവൻ മ്യൂസിയം ഞാൻ പൊതുവേ എനിക്ക് അത്ര ഇഷ്ടമില്ല. പിന്നെ മറൈൻ മ്യൂസിയം എന്നൊക്കെ പറഞ്ഞപ്പം ചിലപ്പം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടാകും. യൂഷ്വലി ഇങ്ങനെ പോയിട്ട് അതിൻ്റെ ഹിസ്റ്ററി ഇങ്ങനെ വായിക്കുക, അതൊന്നും എനിക്ക് വലിയ, ഞാൻ അതിൻ്റെ ഒരാളല്ല. എനിക്ക് ഇഷ്ടമില്ലല്ലോ മ്യൂസിയത്തിൽ പോവാൻ. ആണോ? ഓക്കെ, ദെൻ ലെറ്റ്സ് ഗോ ആൻഡ് സീ. സംഭവം ജാക്കറ്റ് ഒന്നും എടുക്കാണ്ട് ഇറങ്ങിയോണ്ട് കുറച്ച് വിവരക്കേടായോ എനിക്ക് സംശയമുണ്ട്. എനിക്ക് തണുക്കുണ്ട്. എനിക്ക് തണുക്കില്ല. അതിലുണ്ട്, ബാഗിലുണ്ട്. പക്ഷെ തണുപ്പുണ്ട്, തീരെ തണുപ്പില്ലായൊന്നുമില്ല. ഇത്ര തണുപ്പ് എനിക്ക് നോർവേ ഇപ്പോൾ ഫീൽ ചെയ്തില്ല. അവിടെ ഇല്ല, നമ്മൾ എത്ര സമയത്ത് അതും ഉണ്ടാവും. എനിക്ക് തണുക്കുണ്ട്. അപ്പം ഞാൻ വേഗം കൈയൊക്കെ പോക്കറ്റിനുള്ളിൽ ഇട്ടിച്ച് അവിടെ എത്തിച്ച് കാണിച്ചു തരാം. Exakt måste veta hur.
നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടോ. സൂപ്പർ ആയിരുന്നു കേട്ടോ. രസമുണ്ട്. ഒരുപാട് വലിയതാണ്, എല്ലാം അതിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട്. വലുതായിരിക്കും, പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു ഉള്ളിൽ കയറിയിട്ട് കാണാൻ. കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ട്. സമയം 5:30 കഴിഞ്ഞു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മൾ ഏതാണ്ട് കുറച്ച് ഇനി എത്ര സമയം എടുക്കും അമ്മൻ നമ്മളെ സ്ഥലത്തെത്താൻ വേണ്ടി? 20 minutes. ഇനി 20 minutes ആണ് നമ്മളെടുത്ത സ്റ്റേയിലേക്കുള്ളത്. പക്ഷേ അവിടേക്ക് പോണതിന് മുന്നേ നമ്മളിവിടെ ഒരു കൂപ്പ് കണ്ടേരം ഒന്ന് ചവിട്ടിയതാണ്. നാളെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കണം. അപ്പം ലെറ്റ്സ് ഗോ ആൻഡ് സീ. മിക്കവാറും മുട്ട വാങ്ങി ഇറങ്ങും, പക്ഷേ എന്നാലും നമുക്ക് പോയി വെക്കാം. കൂപ്പിൽ കുറച്ചും കൂടെ അധികം സാധനങ്ങൾ ഉണ്ടാവാറുണ്ട്. എന്നുവെച്ചാൽ അധികമല്ല, കുറച്ചുകൂടെ ഡിഫറെൻറ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ലുണ്ടിലുള്ള കൂപ്പിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം നമുക്ക് ഇവിടെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് കിട്ടുമോ, ബ്രെഡൊക്കെ നോക്കാം. നമ്മളങ്ങനെ നമ്മൾ എടുത്തിട്ടുള്ള എയർബിഎൻബിയിൽ എത്തിയിട്ടോ. ഞാൻ എയർബിഎൻബി ടൂർ നാളെ രാവിലെ കാണിച്ചു തരാം. ഇവിടെ ഓപ്പോസിറ്റ് അല്ല, ഇതിൻ്റെ അപ്പുറത്ത് തന്നെ ആയിട്ട് ലേക്കാണ് കേട്ടോ. പക്ഷേ ലേക്ക് കുറേയൊക്കെ ഇപ്പോഴും ഫ്രീസ് ആയിട്ടാണുള്ളത്. ആൻഡ് ഇവിടെയൊക്കെ സമ്മറിൽ വന്നാലാണ് ഭയങ്കര ഭംഗിയുണ്ടാവുക, ഫുൾ ഇങ്ങനെ ഗ്രീൻ കളറിൽ. ഇപ്പം അങ്ങനെയല്ല, ഇങ്ങനെയൊരു ബോർഡുണ്ട് നമുക്ക് നടന്ന് ലേക്കിലേക്ക് പോകാനൊക്കെ വേണ്ടിയിട്ട്. ഓൾസോ ഇവിടെ ബോട്ടൊക്കെ ഉണ്ട്, പക്ഷെ നമ്മൾ ബോട്ടൊന്നും ഇപ്പോൾ എടുക്കുന്നില്ല, ബിക്കോസ് ലേക്കൊക്കെ ഫ്രീസായി കിടക്കണം. പിന്നെ എനിക്ക് പേടിയാണ്. എന്താണെങ്കിലും നമ്മളൊന്ന് കയറി ഒന്ന് സെറ്റിലാവട്ടെ. ഗുഡ് മോർണിംഗ് ഗൈസ്. നമ്മൾ നല്ല ലേറ്റായി എണീക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ഇവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം. ഓൾസോ അമ്മൻ സേ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഗൈസ്. അമ്മൻ പല്ലൊക്കെ തേച്ചിട്ടോ. ഞാൻ എന്താ എണീറ്റിട്ടുള്ളൂ ബെഡിൽ നിന്ന്. ഇതാണ് നമ്മളെ സ്ട്രേറ്റ് ഉള്ള വ്യൂ. അതെ, ഇങ്ങനെ വന്നാൽ ഇവിടുന്ന് നേരെ കാണുന്നത് ഇന്നലെ നമ്മൾ വന്നപ്പോൾ നോക്കിയ ലേക്കാണ്. ഇന്നലെ പിന്നെ അധികം വീഡിയോസ് ഒന്നും എടുത്തില്ല. നല്ല ഇവിടെ ഇരുന്ന് ഡിന്നറൊക്കെ കഴിച്ച് ഇവിടെ ഇരുന്നൊരു സിനിമയൊക്കെ കണ്ട് നമ്മൾ കിടന്നുറങ്ങി. ഇപ്പം സമയം 10 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, 10-10:30 ഇന്ന് ഞാൻ എയർബിഎൻബി ടൂർ കാണിച്ചിടാം. ഒരു രസമുള്ള എയർബിഎൻബി ആണ്. എനിക്ക് തണുക്കുന്നു, എനിക്കറിയില്ല, എനിക്ക് ഇന്നലെയും തണുക്കുന്നുണ്ടായി. ഞാൻ പല്ലിച്ചിട്ടില്ല, ഞാൻ വേഗം പല്ലി കേട്ടെ. നമ്മളങ്ങനെ വലിയ പ്ലാൻ ഒന്നുമില്ല, ഇവിടുന്ന് തന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ പ്ലാൻ. ആദ്യം ചോദിച്ചിരുന്നു സ്റ്റോക്ക്ഹോമിലേക്ക് ഡ്രൈവ് ചെയ്യണമെന്ന്. പക്ഷേ സ്റ്റോക്ക്ഹോമിലേക്ക് ഡ്രൈവ് ചെയ്യാനും ഒരു 3-4 മണിക്കൂർ എടുക്കും. അപ്പം നമ്മൾ ചുമ്മാ അങ്ങനെ പോകണ്ടെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ എന്തായാലും വേഗം പല്ല് തേക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇന്ന് എന്താ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. പല്ലിച്ചു ഞാൻ വേഗം ഈ ഒരു എയർബിഎൻബി ടൂർ കാണിച്ചു തരാം. നമ്മളിങ്ങനെ ഉള്ളിലേക്ക് കയറിയാൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഈ ക്ലീനിങ് സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു സ്ഥലമുണ്ട്. ആൻഡ് ഇവിടെ ഒരു കുഞ്ഞു റൂമുണ്ട്. ഈ റൂം ആക്ച്വലി ഗസ്റ്റ് ബെഡ്റൂം പോലെയാണ്. ഇപ്പം തൽക്കാലം നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇതിനുള്ളിൽ വെച്ചിട്ടുണ്ട്. ആൻഡ് ഞാൻ മെയിൻ ബെഡ്റൂം കാണിച്ചു തരാം. ഇതാണ് മെയിൻ ബെഡ്റൂം. കണ്ടോ, ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ ഹാങ് ചെയ്യാനുള്ളൊരു സ്ഥലമുണ്ട്. ആൻഡ് ഓഫ്കോഴ്സ് ബെഡ് ഉണ്ട്. നമ്മൾ ഈ റൂം ഇവിടെ ക്ലോസ് ചെയ്താൽ ഇവിടെ തന്നെയായിട്ടാണ് വാഷ്റൂം വരുന്നത്. ഈ പറഞ്ഞ പോലെ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഉള്ള വാഷ്റൂമാണ്. ലോണ്ട്രി ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഒരു അത്യാവശ്യം അല്പമുള്ളൊരു കിടക്കുകളുണ്ട്. പിന്നെ വാഷ്റൂമിലുണ്ടാകുന്ന എല്ലാ സാധനങ്ങളുള്ള ഒരു വാഷ്റൂമാണ്. ഞാൻ നേരെ ഉള്ളത് ഇവിടെ കിച്ചണാണ്. കിച്ചണൊക്കെ ഈ സൈഡിലും ആയിട്ട് കിച്ചൺ വരുന്നുണ്ട്. ഫ്രിഡ്ജ് ഉണ്ട്, മൈക്രോവേവ് ഉണ്ട്, അവനുണ്ട്. അവനൊക്കെ എല്ലാ എയർബിഎൻബിയിലും ഉണ്ടാവും. പിന്നെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എയർബിഎൻബിയിൽ അവനുണ്ട്. അവൻ രാവിലെ ഹൈലൈറ്റ് അതാണ് കോഫി ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്.
പിന്നെ ഇങ്ങനെ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ റൈറ്റ് സൈഡിലായിട്ടാണ് നിങ്ങൾക്ക് കാണാം ഡൈനിങ് ടേബിൾ ഉണ്ട്. ഇതെനിക്ക് തോന്നുന്നു എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന ഡൈനിങ് ടേബിളാണ്. അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുള്ള നല്ല സൂപ്പർ കോഫി ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടേക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ഡീറ്റെയിലിംഗ് എല്ലായിടത്തും ഉണ്ട്. ആൻഡ് ദെൻ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു ഫയർ പ്ലേസ് ഉണ്ട്. നമ്മൾ യൂസ് ചെയ്തിട്ടില്ല, പറ്റാണെങ്കിൽ ഇത് രാത്രി യൂസ് ചെയ്യണം. ആൻഡ് ഇവിടെയാണ് ഒരു ലിവിങ് ഏരിയ കൈൻഡ് ഓഫ് സെറ്റപ്പ് ഉള്ളത്. ഇന്നലെ രാത്രി നമ്മൾ അവിടെ ഇരുന്നിട്ടാണ് ഫുഡ് കഴിക്കുകയും ഇവിടെ ഇരുന്നിട്ട് ഇവിടെ ടി വി ഉണ്ടായിരുന്നു. അപ്പം ഒരു ചെറിയ ടി വി യൂണിറ്റ് നമ്മൾ അവിടെ ഇരുന്നിട്ട് ഒരു സിനിമ ഉണ്ട്, മലയാളം സിനിമ. അപ്പം ഒരു കോസി ഏരിയ. ആൻഡ് ഇതിന്റെ ഏറ്റവും വലിയ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നുള്ള വ്യൂ ആണ്. ഇവിടെ നിന്നുള്ള വ്യൂ ഡയറക്റ്റ്ലി ഈ ലേക്കിലേക്കാണ്. ലേക്ക് ഇപ്പോഴും കുറെ ഒക്കെ ഫ്രോസൺ ആണ്, കംപ്ലീറ്റ്ലി ലേക്കായിട്ടല്ല കിടക്കുന്നത്, ഫ്രോസൺ ആണ്. ഒരു ചെറിയ പാടയായിട്ട് അങ്ങനെ കിടക്കുന്നുണ്ട്. പക്ഷെ എന്തായാലും വന്നാലും ഞങ്ങൾ ഇങ്ങനെ ചുമ്മാ ഇറങ്ങി നോക്കിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഇതുപോലൊരു ഡോറുണ്ട്. എല്ലാ റൂമിലും എനിക്ക് ഭയങ്കര സൺലൈറ്റ് ഉണ്ടല്ലേ. സോ നമ്മൾ സോണയിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. റെഡി എന്നൊന്നും പറയാനല്ല, ജസ്റ്റ് ഡ്രസ്സ് മാറി. എങ്ങനെയുണ്ട്? ആണോ? ആക്ച്വലി സൊനാന്ന് പറഞ്ഞാൽ ഇങ്ങനെ അതിനുശേഷം നമ്മളിങ്ങനെ കോൾഡ് ഡിപ്പ് എടുത്തിട്ട് പിന്നെ അതിനകത്ത് പോയിരിക്കണം. പക്ഷെ എനിക്ക് ഇവിടെ എന്തായാലും ഡിപ്പ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബക്കറ്റിൽ വെള്ളം വെച്ചിട്ടുണ്ട് എൻ്റെ മേലെ ഒഴിച്ചരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആഴം ഉണ്ട് കേട്ടോ, ആഴം ഇല്ലാണ്ടൊന്നല്ല. നിനക്ക് ഇവിടെ ആഴം കണ്ടില്ലേ? ഇവിടെ ആഴുണ്ട്. അപ്പം ഞാൻ നോക്കട്ടെ, എൻ്റെ മനസാന്നിധ്യം കൈവരിച്ച് ഞാൻ ഇച്ചിരി വെള്ളം മേലാക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇത് നല്ല ഫ്രോസൺ ആണ്, അപ്പം നല്ല തണുപ്പുണ്ടാവില്ലേ? ഇല്ല, ഞാൻ ഡിപ്പ് ചെയ്തൊക്കെയാലോ. വേണ്ട, ജസ്റ്റ് ഇടയ്ക്കിപ്പോ തണുക്കണില്ല. ആദ്യത്തെ ഒരു വെള്ളത്തിൽ ഇറങ്ങുമ്പോ ഒരു ഇതുള്ളൂ. Digilive music. The Ugandan sun makes you look brighter than you actually are. And when it shines on your face, I see my reflection in your eyes. And when the moonlight comes, I think of you throughout the night. You make me smile in my sleep. You know your smile lights up my life. Matilda, Matilda, always wanna be with you, even though you make my heart go pa-da-di-da. And I just love it when you talk. I wonder who polished your voice. Your unmistakable laugh is the one that inspired me to sing this song that I'm singing for you. And all I want is to see your smile, Matilda, Matilda. You light up my life. നമ്മൾ റെഡി ആയി ഇറങ്ങാണ്. സമയം എന്താടാ? സമയം കുറച്ചായി, 1:15. യെസ്, കറക്റ്റ് 1:45 ആയി. കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്തു കേട്ടോ റെഡി ആയിട്ട്. പിന്നെ നമ്മൾ സോണയിലിരുന്നു, കുറച്ചധികം നേരം നമ്മൾ സോണയിലിരുന്നില്ല. എന്താണെങ്കിലും ലഞ്ച് കഴിക്കണം ഓൺ ദ വേ ആയിരുന്നെങ്കിൽ. അപ്പം ലെറ്റ്സ് ഗോ.
ഇത് ഞാൻ നാട്ടിൽ നിന്ന് വാങ്ങിയ ടോപ്പായിരുന്നു സവാനിയിൽ നിന്ന്. സ്പ്രിംഗ് ഒക്കെ ആയിട്ട് ഇടാൻ വേണ്ടിയിട്ട്. സ്പ്രിംഗ് ആയില്ല, പക്ഷെ ഇന്ന് ഞാൻ എടുത്തിട്ടു. ഓക്കെ, അങ്ങനെയാണ് കാര്യം. അടച്ചില്ലേ? യെസ്, നമ്മളവിടെ നിന്ന് ഇറങ്ങിയോളൂ കേട്ടോ. ഇറങ്ങി ഒരു 100-200 മീറ്റർ കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഈ ചേർച്ച്. ഇന്നലെ വരുന്ന വഴിക്ക് നമ്മളിത് കണ്ടിട്ടുണ്ട്, അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. യൂഷ്വലി എവിടെ പോവാണെങ്കിലും അവൻ 1-2 ചേർച്ച് കണ്ടുപിടിക്കും. അവന് ഭയങ്കര ഇഷ്ടമാണ് ചേർച്ചിൽ പോകാൻ. അതിന് പിന്നിലുള്ള കാര്യം എന്താ? പിന്നിലുള്ള കാര്യം പറ. സത്യം പറഞ്ഞാൽ വലിയ കാര്യമൊന്നും ഇല്ല. ചേർത്ത് സാധാരണ കാണാൻ നല്ല ഭംഗിയായിരിക്കും, അതുകൊണ്ടാണ് പോകുന്നത്. അങ്ങനെ നമ്മള് ഇത് ഇവിടുന്ന് കാണാം. നമ്മളെ Airbnb ആണോ? കാണോ? ആ മരങ്ങളിടയിൽ കാണുന്ന, അവിടെ കാണുന്ന അതാണ് നമ്മളെ Airbnb. പക്ഷെ ഇതിൽ എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. ഇതാണ് ലേക്ക്. കുറേ മുന്നേ ജീവിച്ച് മരിച്ച ആൾക്കാരെ മറവേദിച്ചുള്ള സ്ഥലമാണ്. പക്ഷെ ഈ സെമിത്തേരി കാണാൻ നല്ല രസമുണ്ട് അല്ലേ? ഇത് ഭയങ്കര ഒരു പഴയ ചർച്ച കേട്ടോ. എത്ര കൊല്ലം മറക്കുന്നുണ്ട്? ഭയങ്കര പഴയത്. ആക്ച്വലി ഇതിന്റെ ഒറിജിനൽ സ്ട്രക്ചർ ബെൽ ടവർ എന്തോ 1200 സംതിങ് ആണ്. പിന്നെ ഈ ചേർച്ച് വന്നത് 1700 സംതിങ്. 1865 to 1965. കയറാൻ പറ്റില്ല അല്ലേ? നമ്മൾ ഡ്രൈവ് ചെയ്ത്, നമ്മളല്ല അവൻ ഡ്രൈവ് ചെയ്ത് വാക്ഷു എത്തി. വാക്ഷു ഫുഡ് കഴിക്കണം. ഇവിടെ ഒരു സ്ഥലത്തിപ്പം ഒരു കോംപ്ലക്സ് പോലെ ഉണ്ട്. ഫുൾ ചുറ്റോട് ചുറ്റും അറബിക് റെസ്റ്റോറൻറ്റ്സ് ആണ്. ഇപ്പം നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്നതും ഒരു അറബിക് റെസ്റ്റോറൻറ്റിലേക്കാണ്. അതിന് ഓപ്പോസിറ്റ് സ്വീറ്റ്സ് ഉള്ളൊരു കട കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ട് അവിടെ പോയിട്ട് അത് ട്രൈ ചെയ്യും. ഓൾസോ ഇന്നാണോ ഇവിടെ ഇത് നാട്ടിൽ ഇന്നാണ് ഇത്, അപ്പം ഇവിടെ ഇന്ന് തന്നെയാണോ എന്ന് കൺഫ്യൂഷൻ ഉണ്ട്. Can we get like 2 please? Yeah. Also, What is this? then Ataif, if I can touch Ataif? Yeah. We'll have it. നമ്മൾ അപ്പുറത്തുള്ള കടയിൽ പോയിട്ട് കുറച്ച് ബക്ലാവല്ല കുനാഫ പോലത്തെ സാധനങ്ങളൊക്കെ. അതാ നമുക്കിത് കഴിച്ചു നോക്കാം. എനിക്ക് അത്തായഫ് എന്നാ തോന്നുന്നത് പറയാം. മസാല ഒരു പ്രാവശ്യം കൊണ്ടുതന്നെ ഓർമ്മയുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മസാല ഉണ്ടാക്കിയിട്ട്. സോ അതാണിത്. കിട്ടും. നെയ്യപ്പന്മാര് ഇതിന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അത് തന്നെയാണെന്ന് തോന്നുന്നു. ഒരു കടി വേണോ? ഇഷ്ടമായില്ല? ഇഷ്ടമായോ? Oh my God, ഇഷ്ടമായിരുന്നു. നമുക്ക് അങ്ങനെ കട്ട് ചെയ്ത് വെക്കുമോ? കുറച്ച് നോക്കട്ടെ. അതാ മാനുകളെ കണ്ടോ? മാന നമ്മളെ നോക്കുന്നുണ്ട്. അതിന് മനസ്സിലായി തോന്നുന്നു നമ്മളെ ആൾക്കാർ അത്ര വെടിപ്പല്ല. അതത് തിരിഞ്ഞു നോക്കിപ്പോയി, അത് ഓടിപ്പോയി. ഇപ്പുറത്ത് 2 കളിക്കണ പോസ് ചെയ്ത് തരുന്നുണ്ട്. ഓരോരുത്തരുടെ സംശയം. നോക്ക് ലവ് ചിഹ്നമാര്
ഇവൻ്റെ ഓരോരോ സംശയങ്ങൾ. ഗൈസ്, ഓൾഡസ്റ്റ് എൻറ്റയർലി പ്രിസർവ്ഡ് ചർച്ച് ഇൻ സ്വീഡൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ക്ലോസ്ഡ് ആണ്. ഓക്കെ, ഇവിടെ റെനോവേഷൻ ആണ് എന്നാണ് പറയുന്നത് തോന്നുന്നു. I hear whispers in the dark, alone with my thoughts. Hard to tell if it's in my mind, a version of hell with a prison inside. But it's love that's pulled me to stay. I'll be better off